ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 18 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 19-ാമത്തെ ശ്ലോകം നോക്കാം. ജ്ഞാനം കർമ്മം ച കർത്താ ച ത്രിവിധൈവ ഗുണഭേദതാ പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവച്ഛൃണുതാന്യപി. ജ്ഞാനം കർമ്മം ച കർത്താ ച. ജ്ഞാനവും കർമ്മവും കർത്താവും. ഗുണഭേദത, ത്രിഗുണഭേദം കൊണ്ട്. ത്രിവിധ ഏവ, 3 വിധമുണ്ട്. ഗുണസംഖ്യാനേ പ്രോച്യതേ എന്ന് ഗുണങ്ങളെ സംബന്ധിച്ച് സാഖ്യശാസ്ത്രത്തിൽ പറയുന്നു. യഥാവത്, വേണ്ട വിധം. താൻ അഭി, അവയും. ശൃണു, നീ കേട്ടുകൊള്ളുക. ജ്ഞാനവും കർമ്മവും കർത്താവും ത്രിഗുണഭേദം കൊണ്ട് 3 വിധമുണ്ട് എന്ന് ഗുണങ്ങളെ സംബന്ധിച്ച് സാഖ്യശാസ്ത്രത്തിൽ പറയുന്നു. വേണ്ട വിധം അവയും നീ കേട്ടുകൊള്ളുക. ഇതാണ് ഭഗവാൻ പറയുന്നത്. പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് ജ്ഞാനം കർമ്മം കർത്താവ് ഇവയും 3 വിധത്തിലുണ്ട്. 14-ാം അധ്യായത്തിൽ പ്രകൃതിയിലെ സത്വ രജ തമോ ഗുണങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളതാണ്. സത്വഗുണം തേജസ്കരവും രജോ ഗുണം ഭൗതിക പ്രധാനവും തമോ ഗുണം വിനാശകരവുമാണ്. ഈ 3 ഗുണങ്ങളും ബന്ധനമുണ്ടാക്കുന്നവയുമാണ്. മുക്തിയെ കാക്ഷിക്കുന്നവർ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കേണ്ടതുണ്ട്. ഗുണാതീതൻ ആയിത്തീരേണ്ടതുണ്ട്. ഈശ്വരൻ ആ തലത്തിൽ ഉള്ള ഭാവമാണ്. ആണ് ഗുണരഹിതൻ, നിർഗുണൻ എന്നൊക്കെ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ 3 ഗുണങ്ങൾക്കും അതീതനാണ് ഈശ്വരൻ. അപ്പോൾ ആ മുക്തിപദത്തിലെത്തണമെങ്കിൽ ഈ ജീവാത്മാക്കളും ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ചെങ്കിൽ മാത്രമേ മുക്തിയെ പ്രാപിക്കുകയുള്ളൂ. ഈ 3 ഗുണങ്ങൾക്കും അനുസൃതമായ ഉപാസനാഭേദങ്ങളെക്കുറിച്ച് 17-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ത്രിഗുണങ്ങൾക്കനുസരിച്ച് ജ്ഞാനം കർമ്മം കർത്താവ് ഇവയ്ക്കുണ്ടാകുന്ന ഭേദങ്ങളെക്കുറിച്ചാണ് ഇനി ഭഗവാൻ പറയാൻ തുടങ്ങുന്നത്. അത് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.